അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 184. അപ്പവും പൊന്നവും തറവാടിന്റെ ചുറ്റുഭാഗത്തുകൂടെ നടക്കുകയാണ്. മുറ്റത്തൊരു സൈഡിലായി തന്നെ ഒരു മാവ് കാണുന്നുണ്ട്. പൊന്നു എല്ലാം കൗതുകത്തോടെ നോക്കി കാണുന്നുണ്ട്. തറവാട് ക്ഷേത്രം വീടിനോട് അല്പം മാറി തന്നെയാണ് പണിതിരിക്കുന്നത്. അപ്പു എല്ലാം അവളോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അപ്പേട്ടാ, ശരിക്കും ഇതിനൊക്കെ ഒരുപാട് പഴക്കമുണ്ടല്ലേ, ഞങ്ങളുടെ തറവാട് പോലെയൊന്നല്ല. പൊന്നു പറഞ്ഞു. പിന്നെ അച്ഛനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതല്ലേ, ഒരുപാട് പഴക്കമുണ്ട് പൊന്നു. അവനും പറഞ്ഞു. എന്തായാലും കൊള്ളാട്ടോ, എനിക്ക് നല്ല ഇഷ്ടായി. നേരം പോണത് തന്നെ അറിയുന്നില്ല. അത്രയും നല്ല സ്ഥലാ, നല്ല കാലാവസ്ഥയും. പൊന്നു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതാ അവിടെ എന്താ അപ്പേട്ടാ, കാട് പോലെ ഉണ്ടല്ലോ. പൊന്നു ഒരിടത്തേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പൊന്നു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവളെ തന്നെ നോക്കുകയാണ് അപ്പു. അവന്റെ നോട്ടം കണ്ടതും അവൾ എന്തായെന്ന പോലെ പുരികമുയർത്തി. അവൻ ചിരിയോടെ ഒന്നുമില്ലാന്ന് തലയാട്ടി. പിന്നെന്തിനാ ഇങ്ങനെ നോക്കണേ? അവളുടെ ചുണ്ടു കോർത്തു. അപ്പു അവളുടെ അടുത്തേക്ക് വന്നു. ചുറ്റും ഒന്ന് നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും പൊന്നു സംശയത്തോടെ ചുറ്റും നോക്കി. എന്താ നോക്കുന്നേ? അവള് ചോദിച്ചു. അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് അല്പം ചേർന്ന് നിന്നു. പൊന്നു ഞെട്ടിപ്പോയി. അത്രേ അടുത്ത് അവന്റെ സാമീപ്യം. എന്താ? അവള് വിക്കി. എന്ത്? ഒന്നുമില്ല. അവൻ കണ്ണു ചിമ്മി. എന്നാ വാ, നമുക്ക് നമുക്ക് പോവാ. അവന്റെ നോട്ടം കണ്ട് പരവേശത്തോട് അവള് പറഞ്ഞു. ഒപ്പം അവനീന്ന് അകന്ന് നിൽക്കുക കൂടി ചെയ്തു. അപ്പു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പൊന്നു കണ്ണു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. അതേ നിമിഷം തന്നെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു. പൊന്നു ഏങ്ങിപ്പോയി. അപ്പേട്ടാ, പതർച്ചയോടെ അവള് വിളിച്ചു. അപ്പു ചിരിയോടെ അവളുടെ പിടി ഒന്നുകൂടി മുറുക്കിയതും പെണ്ണ് അവനിലേക്ക് അറിയാതെ ചേർന്ന് നിന്നുപോയി. എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചിട്ടും പൊന്നുവിന്റെ ചുണ്ടിൽ നാണം കലർന്നൊരു ചിരി വിരിഞ്ഞു. അത് കണ്ടതും അപ്പു കുസൃതി ചിരിയോടെ ഇടുപ്പിൽ നിന്നൊരു കൈ ഉയർത്തി അവളുടെ കഴുത്തിനു പുറകിലായി വെച്ചുകൊണ്ട് അവളുടെ മുഖം അവനു നേരെ ഉയർത്തി. പൊന്നു വിറയലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിലെ പ്രണയം, ആ ചിരി. പൊന്നു അതിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. അപ്പു അവളുടെ ചുണ്ടിലേക്ക് പെട്ടെന്ന് താഴ്ന്നു വന്നു. പൊന്നു കണ്ണുകൾ ഇറുകെ പൂട്ടി. നിനക്ക് നാവ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്നാൽ പെണ്ണിന്റെ ഓരോ ഭാവങ്ങളും കൗതുകത്തോടെ നോക്കി അവളുടെ കാതോരം ചേർന്ന് അവൻ അതാണ് പറഞ്ഞത്. അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പു അവളെ കള്ളച്ചിരിയോടെ നോക്കുന്നുണ്ട്. പൊന്നു ചമ്മി. അവൻ ഉമ്മ വയ്ക്കാൻ വരുന്നു എന്നാണ് അവൾ കരുതിയത്. എങ്കിലും ആ ചമ്മൽ അവൻ അറിയാതിരിക്കാൻ അവള് മുഖം താഴ്ത്തി പിടിച്ചു. അത് അപ്പേട്ടൻ അവരുടെ മുന്നിന്ന് എന്നെ നാഗവല്ലിന്ന് വിളിച്ചതുകൊണ്ടല്ലേ? ഇനി അവരും എന്നെ അങ്ങനെ വിളിച്ച് കളിയാക്കില്ലേ? അവള് പരിഭവത്തോടെ ചോദിച്ചു. ഒപ്പം കൈയുയർത്തി അവന്റെ ഷർട്ടിന്റെ ബട്ടണിലും പിടിച്ച് തിരിക്കുന്നുണ്ട് പെണ്ണ്. അപ്പൊ നീ എന്നെ വിളിച്ചതോ? അതിന് കുഴപ്പമൊന്നുമില്ലേ? അപ്പു ചോദിച്ചു. അതെന്നെ വിളിച്ചതുകൊണ്ടല്ലേ? അവൾ ഉള്ളത് പറഞ്ഞു. എന്ന് കരുതി ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ? അപ്പൊ എന്നെ അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? മുഖത്തേക്ക് നോക്കടി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്റെ മുഖത്തേക്ക് നോക്കാത്തവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. സോറി, ഇനി വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷെ അപ്പേട്ടൻ എന്നെ അങ്ങനെ വിളിക്കരുത്. അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതൊന്നും പറയാൻ പറ്റില്ല. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഞാൻ ഇനി വിളിക്കും. അപ്പു ചുണ്ടുകോട്ടി. അപ്പൊ ഞാനും വിളിക്കും. അവള് വീറോടെ പറഞ്ഞു. ആഹാ, വിളിക്കോ നീ? അവൻ അവളെ തുറച്ചു നോക്കി. ആ, വിളിക്കും. എന്നെ വിളിച്ചാ ഞാനും വിളിക്കും. അവള് പുച്ഛിച്ചു. കവിള് വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ പിറുപിറുത്തു. അപ്പു പെട്ടെന്ന് താഴ്ന്നു വന്ന് അവൾ വീർപ്പിച്ചു വെച്ച കവിളിൽ പതിയെ കടിച്ചു. അവൾ വേദനയോടെയും വിറയലോടെയും ശബ്ദമുണ്ടാക്കിപ്പോയി. ഒപ്പം അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ കൂടുതൽ മുറുകി. അപ്പു അവളുടെ കവിളിന്ന് പല്ലുകൾ അകത്തി മാറ്റി. പൊന്നു അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. പൊന്നുവിന്റെ തൊണ്ട വരണ്ടു. അന്നൊരിക്കൽ ഇതുപോലെ അവളെ ചുറ്റിപ്പിടിച്ച് അപ്പു അവളെ ആദ്യമായി ചുംബിച്ച നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് മിഴിവോടെ കടന്നു വന്നു. അതിനനുസരിച്ച് അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്താടി നാഗവല്ലി, പെട്ടെന്ന് നിന്റെ നാവ് എവിടെ പോയി? ഇത്രയും നേരം തന്നോട് ചീറിക്കൊണ്ടിരുന്നവളുടെ പരവേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. പൊന്നൂന് മറുപടിയില്ലായിരുന്നു. അന്തരീക്ഷം ഒരു മഴയ്ക്കുള്ള ഒരുക്കം കൂട്ടുന്നുണ്ട്. കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുന്നു. നമുക്ക് പോവാ, അവള് വിക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പു മറുപടി പറയാതെ അവളെ തന്നെ നോക്കി. പൊന്നു അവളുടെ ഇടുപ്പിലിരിക്കുന്ന അവന്റെ കയ്യിൽ പിടിച്ച് അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ വിരലുകൾ അവളുടെ ടോപ്പിനിടയിലൂടെ നഗ്നമായ വയറിലൊന്ന് മുറുകിയതും പൊന്നു ഏങ്ങിപ്പോയി. അവൾ അവന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. പക്ഷെ അവന്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലായിരുന്നു. പൊന്നുവിന്റെ കണ്ണു പിടച്ചു. അപ്പേട്ടാ, വിട്, അവള് പറഞ്ഞു. ഇനി എന്നെ നേരത്തെ വിളിച്ചതുപോലെ വിളിക്കുവോ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഒപ്പം അവളുടെ വയറിൽ അവന്റെ വിരലുകൾ ഒന്ന് തെന്നി നീങ്ങി. രണ്ടുപേരുടെ നെഞ്ചിടിപ്പ് കൂടി. എന്നെ വിളിക്കാതിരുന്ന ഞാനും
അത്രയും പറഞ്ഞപ്പോഴേക്കും അവന്റെ വിരൽ സ്ഥാനം മാറി വയറിലെ നേർത്ത ഗർത്തങ്ങളിൽ എത്തിയിരുന്നു. വേണ്ടപ്പേട്ട, ആരെങ്കിലും വരും. ആദ്യമായി അവനെന്നറിയുന്ന നീക്കത്തിനൊപ്പം ശരീരം ഒന്നാകെ വിയർത്തു പോയവൾക്ക്. ഒപ്പം അപ്പേട്ടൻ എന്താണ് ചെയ്യുന്നതെന്നൊരു ഞെട്ടലും. അപ്പോ ആരെങ്കിലും വന്നാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ലേ? അപ്പു ശ്വാസം കനത്ത് കുറുമ്പോടെ ചോദിച്ചു. പൊന്നൂന് വല്ലാത്ത പരവേശം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒപ്പം അവന്റെ കൈയുടെ ചൂട്. എന്നും തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രണയം നിറഞ്ഞ ശബ്ദം അവളെ തളർത്തുന്നതായിരുന്നു. അപ്പേട്ട പ്ലീസ്, അവൾ കെഞ്ചി. അപ്പോഴേക്കും മഴ ചെറുതായി ചാറാൻ തുടങ്ങി. പൊന്നു ആകാശത്തേക്ക് നോക്കി. അപ്പേട്ട, മഴ, നമുക്ക് പോവാ. അവൾ അവനീന്ന് കുതറി. പൊന്നൂട്ട. അവളെ തളർത്തുന്ന ശബ്ദത്തിൽ അപ്പു വിളിച്ചു. പൊന്നു അവനെ നോക്കി. അവന്റെ കൈ അവളുടെ കവിളിൽ അമർന്നു. പൊന്നു ഒന്ന് കുളിർന്നു പോയി. എന്താ പേട്ടാ? ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ? അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പൊന്നു ഞെട്ടിപ്പോയി. അപ്പേട്ടാ, അവള് പകപ്പോടെ വിളിച്ചു. എന്തേ, എന്നെ ഇഷ്ടല്ലേ നിനക്ക്? പിന്നെന്താ? അവളുടെ പകപ്പ് മനസ്സിലാക്കി അവൻ ചോദിച്ചു. അതിപ്പോ അതാരെങ്കിലും എനിക്ക് എനിക്ക് എന്തോ പോലെ തോന്നുന്നു അപ്പേട്ടാ, പോവാ. ചുവന്ന മുഖത്തോടെ അവള് പറഞ്ഞു. അപ്പു പക്ഷെ അവളിൽ നിന്നൊട്ടും നോട്ടം മാറ്റിയില്ല. മഴ ശക്തിയാർജിക്കാൻ തുടങ്ങി. ഇരുവരും നനഞ്ഞു. അപ്പേട്ട, മഴ, വാ പോവാ. പൊന്നു പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി മുന്നോട്ട് നടക്കാനാഞ്ഞു. പക്ഷെ അതിനു മുന്നേ അപ്പു അവളുടെ കൈ പിടിച്ചു വലിച്ച് അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞിരുന്നു. പൊന്നുവിന്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. ആകെ നനഞ്ഞു നിൽക്കുന്ന തന്നെ ചൂഴ്ന്നു നോക്കുന്ന ആ കണ്ണുകൾ. അപ്പേട്ട, ഒരു കിസ് പ്ലീസ്. അന്ന് വാശിക്ക് തന്നതല്ലേ ഞാൻ, പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെയൊന്നും, പ്ലീസ്. അപ്പു കെഞ്ചി. പിന്നെ അവനെ എതിർക്കാനുള്ള ശക്തി അവൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ വാക്കുകളിൽ തളർന്നുകൊണ്ട് അവളും അപ്പോഴേക്കും അവന്റെ ചുംബനം ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. പൊന്നുവിന്റെ ചുണ്ടുകൾ വിറപൂണ്ടു. അവളുടെ കൈകൾ അപ്പുവിന്റെ നെഞ്ചിലമർന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. അപ്പു അവളെ ഉറ്റുനോക്കി. ടെൻഷൻ നിറഞ്ഞ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ. നാണം. എന്നെ നോക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ പോലും പിടയ്ക്കുന്നു. അപ്പുവിന്റെ നെഞ്ചിപ്പം ഇടിച്ചു പൊട്ടുവെന്ന പോലെ ആയിട്ടുണ്ട്. അവൻ നനഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. ഒപ്പം ചുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് തെറിക്കുന്ന അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. പൊന്നു കണ്ണുകൾ അടച്ചു. കണ്ണ് തുറക്കു പൊന്നൂട്ടാ, അപ്പു പറഞ്ഞു. പൊന്നു കണ്ണുകൾ വെട്ടി തുറന്നു. അതേ നിമിഷം തന്നെ അപ്പുവിന്റെ ചുണ്ടുകൾ പൊന്നുവിന്റെ നനവാർന്ന ചുണ്ടിലമർന്നു. ശ്വാസം നിലച്ചതുപോലെ അവള് നിന്നുപോയി. അപ്പു അപ്പോഴേക്കും അവളുടെ ശരീരത്തെ പൂർണ്ണമായും തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ പതിയെ കടിച്ചെടുത്തു. വിറച്ചുകൊണ്ട് പൊന്നു അപ്പുവിന്റെ തലമുടിയിൽ പിടിമുറുക്കി. അപ്പു പതിയെ അവളുടെ ചുണ്ടുകളെ നുകർന്നു തുടങ്ങി. പൊന്നുവിന്റെ കണ്ണുകൾ തനിയെ അടഞ്ഞുപോയി. അത്രമേൽ മൃദുലമായ ചുംബനം. ചുണ്ടിലെ മഴത്തുള്ളികളെ പോലും പതിയെ നുകർന്നെടുത്തുകൊണ്ട് ഒരു മിഠായി നുണയും പോലെ, അത്രയും കൊതിയോടെ, എന്നാൽ അത്രയും ശ്രദ്ധയോടെ അവൻ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നു. മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി ആസ്വദിക്കുമ്പോൾ അവനെ ഒന്ന് തിരികെ ചുംബിക്കാൻ പോലും കഴിയാതെ തളർന്നുപോയി പൊന്നു. അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് മുഖം അവന് നേരെ ഉയർത്തിപ്പിടിച്ചു കൊടുത്തു അവള്. ഒരു ചുംബനത്തിന് ഇത്രയും ലഹരിയോ? ഇരുവരും ആ ലഹരിയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അത് പക്ഷേ പൊന്നു അറിഞ്ഞിരുന്നില്ല. പക്ഷെ ചുംബന തീവ്രതയിൽ അവളുടെ കഴുത്തിലേക്ക് അരിച്ചു കയറിയ കൈ പതിയെ കഴുത്തിന്ന് താഴേക്ക് അരിച്ചു നീങ്ങി മാറിടത്തിൽ താളം പിടിച്ചു. പൊന്നു ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. അടുത്ത നിമിഷം പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയവൾ. അപ്പു അപ്പോഴാണ് താൻ ചെയ്തത് എന്താണെന്ന് പകപ്പോടെ ചിന്തിച്ചത്. പൊന്നൂട്ടാ, അവനെന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ മുഖം ആകെ ചുവന്നിരിക്കുന്നു. ഇനിയൊരു തവണ കൂടി അവനെ നോക്കാൻ കഴിയാതെ പൊന്നു പെട്ടെന്ന് തിരിഞ്ഞോടി. പൊന്നൂട്ട. അവൾക്ക് പിറകെ അവനും. ഷോ, ആകെ നനഞ്ഞൂലോ? ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന വസ്ത്രം നേരെ വലിച്ചിട്ടുകൊണ്ട് ജ്വാല പറഞ്ഞു. അഗ്നി തലമുടിയിലെ വെള്ളം കുടഞ്ഞു കളഞ്ഞു. കൈകൊണ്ട് മുടിയൊതുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. ജ്വാലയ്ക്ക് തറവാട് കിണറും ചുറ്റുമുള്ള ഇടങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് മഴ പെയ്തത്. അപ്പോൾ തന്നെ അഗ്നി അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി. ആ നോട്ടം നേരെ ചെന്ന് അവസാനിച്ചത് അടഞ്ഞു കിടക്കുന്ന തറവാട് കുളത്തിന്റെ വാതിലിന് മുന്നിലാണ്. അവിടെ ആകെ ഓടൊക്കെ കൊണ്ട് മേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും നനയില്ല. പക്ഷേ മഴ കനക്കുന്നതിനനുസരിച്ച് ദേഹത്തേക്ക് മഴച്ചീത്താൽ അടിക്കുന്നുണ്ട്. ജ്വാല ഡോറിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ ദേവേട്ട? അപ്പോഴേക്കും മഴ പെയ്തുല്ലോ. ഇട്ടിരിക്കുന്ന സ്കേർട്ടിലെ വെള്ളം പിഴിഞ്ഞുകൊണ്ട് അവള് പറഞ്ഞു. സാരല്ലടാ, നമ്മൾ വന്നതല്ലേ ഉള്ളൂ. ഇനി ഇവിടെയൊക്കെ കാണാൻ സമയമുണ്ടല്ലോ. ദേഹാകം നനഞ്ഞല്ലോ. ജ്വാല ആകെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നനഞ്ഞു. ജ്വാല ചുണ്ടു പിളർത്തി. അഗ്നി ചിരിയോടെ പെട്ടെന്ന് അവന്റെ ഷർട്ട് അഴിച്ചുമാറ്റി. ജ്വാലയൊന്ന് ഞെട്ടി. എന്തിനാ ഷർട്ട് അഴിച്ചേ? അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിന്? ഒന്നുമില്ല, നിന്റെ തല തോർത്താൻ. അല്ലാതെ എന്തിനാ? അഗ്നി പുരികമുയർത്തി.
ജ്വാല ഇളിച്ചുകൊണ്ട് ഒന്നുമില്ലാന്ന് ചുമല് കൂച്ചി. അഗ്നി ഒന്ന് മൂളിക്കൊണ്ട് പതിയെ അവളുടെ തലമുടി അഴിച്ച് അവളുടെ തല തുവർത്തി കൊടുക്കാൻ തുടങ്ങി. ജ്വാല മുഖമുയർത്തി അവനെ നോക്കി. നല്ലത് ചിന്തിക്കൂ കുഞ്ഞാ, ഈയിടെയായിട്ട് നിന്റെ ചിന്തയൊക്കെ വല്ലാതെ മാറുന്നുണ്ട്. അഗ്നി ഒരു ആക്കലോടെ പറഞ്ഞു. ജ്വാല ഞെട്ടിപ്പോയി. അഗ്നി അവളുടെ തലയിൽ നിന്നും ഷർട്ട് എടുത്തു മാറ്റി അവളുടെ തലമുടി ഒന്നാകെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഞാനൊന്നും ചിന്തിച്ചില്ല. പതറിക്കൊണ്ട് അവള് പറഞ്ഞു. ഉവ്വ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാനൊന്ന് തൊടുമ്പോഴേക്കും വേറെന്തൊക്കെയാ നിന്റെ ചിന്ത. ഇല്ലാന്ന് കള്ളം പറയണ്ട, നിന്റെ മാറ്റം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അഗ്നി അവളിലേക്ക് അല്പം ചേർന്ന് നിന്നു. ജ്വാല ഉത്തരമില്ലാതെ തലതാഴ്ത്തി കളഞ്ഞു. അല്ലെങ്കിൽ എന്തു പറയാനാ, പറഞ്ഞത് അത്രയും സത്യം തന്നെയല്ലേ? അവളുടെ മനസ്സ് ചോദിച്ചു. പോ തുഷ്ട, വെറുതെ എന്നെ കളിയാക്കാലേ, ഞാൻ പോവാ. അവള് മുഖം വീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് മഴയിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ആ പോവല്ലേ? അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ ഡോറിലേക്ക് ചേർത്ത് വെച്ചു. ജ്വാല ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ കളിയാക്കിയില്ലല്ലോ, ഉള്ളതല്ലേ പറഞ്ഞേ? അവൻ ആർദ്രമായി ചോദിച്ചു. അങ്ങനെ ഇപ്പൊ പറയണ്ട. അവള് മുഖം വീർപ്പിച്ചു. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു. ശരി, പറയുന്നില്ല. ഉം. ജ്വാല ചിരിയോടെ മൂളി. അഗ്നി അവളിൽ നിന്ന് അകന്നു മാറി. പക്ഷെ ജ്വാല അവനെ നോക്കാതെ മഴയിലേക്ക് നോക്കി നിന്നു. എന്നാൽ അപ്പോഴും അവളുടെ ചുണ്ടിലൊരു ഇളഞ്ചിരി കാണുന്നുണ്ട്. അഗ്നി അത് കണ്ടെങ്കിലും ചിരിയോടെ അവനും മഴയിലേക്ക് നോക്കി നിന്നു. ആ നിൽപ്പ് വല്ലാത്തൊരു ഫീല് നൽകുന്നത് പോലെ. അഗ്നി ജ്വാലയെ മുഖം ചിരിച്ചു നോക്കി. അവളുടെ കഴുത്തിൽ മഴത്തുള്ളികൾ കാണുന്നുണ്ട്. അവ അവളെ ചുംബിക്കുന്നത് പോലെ. വസ്ത്രം ദേഹത്തോട് ഒട്ടിച്ചേർന്ന് ഉടലഴകുകൾ എടുത്തു കാണുന്നു. അഗ്നിയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്തോ ചീത്ത മോഹം. തുടരും.